എവിടെയായിരുന്നു? അവിടെ തെക്കേ കണ്ടത്തില്. എന്താ മോളെ ഇത്? എന്തിനാ ഇപ്പൊ അങ്ങോട്ടെല്ലാം പോയത്? മതി ഭദ്രേ, പറ്റില്ല. നല്ലോണം കൊണ്ടു നടത്താൻ ഉണ്ണേട്ടന്റെ അമ്മ എന്നെ ഏൽപ്പിച്ചിരിക്കുക. എല്ലാരും കൂടി എന്നെ കൊച്ചുകുട്ടിയാക്ക. അമ്മയും മുത്തശ്ശിയും ചെറിയമ്മയും. എനിക്കും അതെ, കൊച്ചുകുട്ടിയാ. വലിയ പഠിപ്പൊക്കെ ഉള്ള ആളാന്നറിയാം. എന്നാലും അനിയത്തി കുട്ടിയായിട്ട് അങ്ങനെ കരുതാവോ? അതോ അതേ പ്രസംഗാവോ? ഏടത്തി കുട്ടിയായിട്ട് തന്നെ കൂട്ടാം. ഇവിടെ ഇരിക്കൂ, ഞാൻ ഉറങ്ങിയിട്ട് എന്റെ അടുത്തുനിന്ന് പോവാം. ഓ, കിടന്നോളൂ. എന്താ വേണ്ടേ? എന്നെ പേടിപ്പിക്കാൻ നിക്ക? പോയിട്ട് ഒരുപാട് പണിയുണ്ട് കേട്ടോ. വല്യമ്മാവന് കുളിക്കാൻ ചൂടുവെള്ളം ഉണ്ടാക്കണം, ഉണ്ണേട്ടന്റെ അമ്മയ്ക്ക് മരുന്ന് കൊടുക്കണം, മുത്തശ്ശിയുടെ ദേഹം ഒന്ന് നനച്ചു പിഴിഞ്ഞ് തുടയ്ക്കണം. പിന്നെ ഉണ്ടപ്പ ഒരുപാട് പണികള്. ലക്ഷ്മിയടത്തേക്കാണെങ്കിൽ തീരെ വയ്യേനും. ഒന്നും മാറോ, ഈ പാവം അങ്ങോട്ട് പൊയ്ക്കോട്ടെ. ശരിക്കും പേടിച്ചുട്ടോ. ആരോടായിരുന്നു കാവ്യനത് സംസാരം? എന്നെ പേടിപ്പിക്കാൻ നിക്കാന്നേ. ഇപ്പൊ കുറച്ചു ദിവസമായി തിരിയും കൊണ്ട് ചെല്ലുമ്പോ ഒരു വട്ടം ചുറ്റല്. ഇങ്ങനെ നിക്കും, തല പതുക്കെ ഇളക്കി. നിന്നോട് ഇഷ്ടം കൂടിയിട്ടാവും. ഇഷ്ടം മൂത്ത് മൂത്ത് ഒരു ദിവസം നിന്നെയും കുത്തി അങ്ങ് പറന്നു പോകും നാഗലോകത്തേക്ക്. എന്നാ പിന്നെ സുഖായി, നാഗരാജാവിന്റെ റാണിയായിട്ട് അങ്ങനെ കഴിയാലോ. എന്നാലേ മാണിക്യം പോയ സർപ്പത്തെ പോലെ ഞാൻ തല തല്ലി ചത്തുകളയും. ഇതാണോ മാണിക്യം? ഇത് വെറും വെള്ളാരം കല്ലല്ലേ? എന്നാലേ ഈ വെള്ളാരം കല്ലിന് മാണിക്യത്തെക്കാൾ മാറ്റുകൂടും. വിടൂ ഉണ്ണിയേട്ടാ, കാവിന്റെ അടുത്ത് വെച്ചുള്ള കളി വേണ്ട കേട്ടോ. പിന്നെ ഇത് എവിടെയെങ്കിലും വെച്ചൊന്ന് കാണിക്കണ്ടേ? ഭദ്രേ, അമ്മ വിളിക്കുന്നു. അടുക്കളയിൽ നിന്ന് വിളി തുടങ്ങി. ഉണ്ണേട്ടൻ കുളി കഴിഞ്ഞ് നിക്ക. ഇസ്തിരി ഇട്ട് കഴിഞ്ഞിട്ടുമില്ല. ഇങ്ങ് തരൂ, ഞാൻ ചെയ്യാം. അയ്യോ പാടാവും, ഇലക്ട്രിക്കിന്റെ പെട്ടിയല്ലേ ശീലം. കുഴപ്പമില്ല, ഞാൻ ഒന്ന് നോക്കട്ടെ. ഞാൻ ഇപ്പൊ വരാട്ടോ. ആരാ മോളെ കൊണ്ട് ഈ പണി ചെയ്യിക്കണേ? ആ കുട്ടി എവിടെ? ഭദ്രയ്ക്ക് അപ്പുറത്ത് തിരക്കുണ്ട്. ഉണ്ണിയേട്ടന് പുറത്തു പോണം. സൂക്ഷിക്കണം, കൈ പൊള്ളിക്കരുത് കേട്ടോ. എന്താ ഇത്? ഭദ്രയില്ലേ അവിടെ? ഭദ്രയ്ക്ക് എന്തൊക്കെയാ ജോലി? കുറെ ഞാനും ഷെയർ ചെയ്യാന്ന് വെച്ചു. കൂടാ റെഡി. ഇനി മുത്തശ്ശന് മൂർക്കാൻ വേണം അല്ലേ? അത് ഓക്കെ. അവിടെ നല്ല കോച്ചിങ് വന്നിരിക്കുന്നല്ലേ? ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയതാ. ഇപ്പൊ ഉണ്ണിയേട്ടന്റെ റൊട്ടീനൊക്കെ എനിക്കറിയാം. എന്താ ഇത്തിരി ബഹുമാനം തരാന്ന് കരുതിയത്? പേരിന്റെ കൂടെ ഒരു ഏട്ടൻ ചേർന്നിരിക്കണ്. അതിനൊരു ഭംഗിയുണ്ട്, ഉണ്ണിയേട്ടൻ വിളിക്കാൻ. എല്ലാം പെർഫെക്റ്റ്. മുറുക്കാൻ വരെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. നാണുവാരുടെ ഇൻസ്ട്രക്ഷൻ കിട്ടി അതുണ്ടാക്കാൻ. കിട്ടാതാവുമ്പോ പൊളിക്കുന്നാവോ? ഹേയ് ഇല്ല, ഒരു നുള്ളു നാക്കിൽ കിട്ടി. സ്വാദ് പിടിച്ചു പോയി. ഇതാ എങ്ങോട്ടാ യാത്ര? 4 കണ്ടത്തിൽ കൊയ്ത്ത് ബാക്കിയുള്ളത് നടക്കണു. അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. പിന്നെ ഉണ്ട് ചില ചില്ലറ കാര്യങ്ങൾ. ഞാനും വന്നോട്ടെ? എനിക്കിവിടെ അടങ്ങിയിരുന്ന് മടുത്തു. ആവാം. അപ്പുറത്തൊന്ന് പറഞ്ഞേക്കൂ. തിരക്കിയിട്ട് ആളെ കണ്ടില്ലാച്ചാ. ഭദ്രേ, ഞാൻ ഉണ്ണിയേട്ടന്റെ കൂടെ ഒന്ന് പുറത്തു പോവാ. പാടത്ത് കൊയ്ത്ത് നടക്കണ വരെ അമ്മയോടോ ചെറിയമ്മയോടോ ഒന്ന് പറഞ്ഞേക്കൂ. ഒന്നോ
നടക്കങ്ങോട്ട് വച്ചിട്ടുണ്ടോ നിനക്ക്? നന്ദമോൾ എവിടെ ലക്ഷ്മിക്കുട്ടിയെ? ഉണ്ണിയുടെ കൂടെ പാടത്തേക്ക് പോയത്രേ. ഓ, ഈ വെയിലത്ത് അയക്കണ്ടായിരുന്നു. പാടത്തും തൊടിയിലൊക്കെ നടക്കാനുള്ള കൊതിയാ. ആദ്യായിട്ടല്ലേ ഇതൊക്കെ കാണുന്നേ. ഇപ്പൊ ഇത്തിരി ഉത്സാഹമൊക്കെ വന്നിരിക്കുന്നു. പതുക്കെ കഴിഞ്ഞതൊക്കെ മറന്നു പോകുന്നുണ്ടാവും. ഉണ്ണിയുടെ ഒരു വർത്താനം പറച്ചിലും ഒക്കെയാ ഒന്ന് തെളിച്ചം വരുത്തിയെടുത്തത്. അതെ, ഉണ്ണിയുടെ ചുറ്റുവട്ടത്തുണ്ട് എപ്പോഴും. നീ എന്താ ചിരിച്ചേ? ഏയ് ഒന്നുമില്ല. എന്താ പറയണേ രണ്ടാളും? ഒന്നുമില്ലമ്മേ, നമുക്ക് അകത്തേക്ക് പോവാം. എന്താ എന്റെ മോളുടെ മുഖത്തൊരു വാട്ടം? ഏ വേണ്ട കേട്ടോ. എന്തു പറ്റി? ഒന്നുമില്ല. അല്ല, എന്തുകൊണ്ട് ഈ മുഖം കറുത്താലും വെളുത്താലും എനിക്ക് അറിഞ്ഞൂടെ? ഹാവൂ, ഈ തിരക്കിനിടയിലും എന്റെ മുഖം ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? നിന്റെ മുഖം ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മോളെ. അതെന്റെ ഉള്ളിൽ തന്നെ ഇല്ലേ? ആ വിശ്വാസം നിനക്കില്ലേ? എനിക്കങ്ങനെ ചില വിശ്വാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഉണ്ണീട്ടൻ തന്ന വിശ്വാസങ്ങൾ. അതിൽ പിടിച്ചല്ലേ ഞാൻ ജീവിക്കണത്. ഇന്നലെ തൊട്ട് നടക്ക ഞാനൊരു വിവരം പറയാൻ. കാറൽ മണ്ണിന്നൊരു കത്ത് വന്നിരിക്കണു. അങ്ങോട്ട് ചെല്ലണം എന്ന് പറഞ്ഞ് കരുണേട്ടൻ എഴുതിയതാ. എന്തിനാണെന്ന് എനിക്കറിയാം. പോയാല് കഴിഞ്ഞ കുറി അച്ഛമ്മയെ കാണാൻ ചെന്നപ്പോ അയാളുടെ കയ്യിൽ നിന്ന് എങ്ങനെയാ രക്ഷപ്പെട്ടു വന്നതെന്ന് എനിക്കേ അറിയൂ. ദുഷ്ട. ഒരിടത്തേക്ക് നിന്നെ ഞാൻ അയക്കില്ല. എന്നെന്താ ഈ രണ്ട് കൈക്കുള്ളിൽ ഇങ്ങനെ സൂക്ഷിക്കും. പിന്നെ എന്തിനാ എന്റെ മോളെ നീ പേടിക്കണേ? കുറ്റിപ്പുറത്തുനിന്ന് കുഞ്ഞൻ നായർ അയച്ചതാ. അയാൾ പണ്ട് ഉണ്ണിക്കൊരു ആലോചനയുടെ കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ ജാനുവിന്? ആ തഹസിൽദാരുടെ മോള്. അവരിപ്പോഴും കാത്തിരിക്കുക നമ്മുടെ ഒരു മറുപടിക്ക് വേണ്ടി. ഉടനെ നടത്തിയില്ലെങ്കിലും അവർക്കൊരു വാക്ക് മതിന്നാ. ഏട്ടനോട് ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അത് പാടുണ്ടോന്നറിയില്ല. ഉണ്ണിക്ക് നമ്മൾ വേറെ പെണ്ണ് അന്വേഷിക്കണോ? അപ്പുവിന്റെ പെണ്ണായിട്ട് വരുമെന്ന് കരുതി നമ്മൾ. ഇനിയിപ്പോ ഉണ്ണിയുടേതായാലും നമുക്കൊരുപോലെ അല്ലേ? അതിപ്പോ ആ കുട്ടിയുടെ മനസ്സിൽ എന്താണെന്ന്. അതിന് സമ്മതാവും. ഉണ്ണിയായിട്ട് ഇടപഴകണ കാണുമ്പോ അങ്ങനെ ഒരു വിശ്വാസം. അങ്ങനെ നടക്കച്ച അവന്റെ ഭാഗ്യ. അത്രയ്ക്ക് ഐശ്വര്യം ഉണ്ട് ആ കുട്ടിക്ക്. ആരാ? ബാംഗ്ലൂരിൽ നിന്നാണ്. പേര് ഹസൻ. നരേന്ദ്രന്റെ ഒരു. അറിയാം, ഹസൻ ഭായ്. അപ്പൊ ഒരുപാട് പറഞ്ഞിരിക്കുന്നു. ഗംഗോത്രി എന്ന് പേരുള്ള ഒരു കഫ്തീരിയ നടത്തുന്ന ആള്. അപ്പോ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. അവനില്ലാതെ ഇങ്ങനെ കാണേണ്ടി വരുന്ന ദിവസം തിരിച്ചറിയാൻ നമ്മൾ ബുദ്ധിമുട്ടെന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നിരിക്കണം. വരിക, വാ മോളെ. ആ, ഒന്ന് വരണമെന്ന് കുറച്ചു കാലമായി വിചാരിക്കുന്നു. പിന്നെ നന്ദയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ഒരു. ഇപ്പൊ ആളാകെ മാറി. കളിയും ചിരിയെ കുറേശ്ശെ തിരിച്ചു കിട്ടിയിരിക്കണോ? മോള് വന്നില്ലേ കുട്ടിയെ? ഇല്ല, കുളന്തേവനടുത്ത് പോയിരിക്കുക ഉണ്ണീട്ടന്റെ കൂടെ. ഇപ്പൊ ഇവിടുത്തെ ഒരംഗത്തെ പോലെയാ. ആര് കണ്ടാലും അങ്ങനെ തോന്നും. നന്നായി. അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കും ഭയമായിരുന്നു അവൾ എന്താ കാണിക്കാന്ന്. പിന്നെ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ വേറൊരു മോഹം കൂടെ ഉണ്ട് ഇപ്പോ. അവളെ ഇനി ഇവിടുന്ന് എങ്ങോട്ടും പറഞ്ഞയക്കേണ്ടെന്ന ആഗ്രഹം.
ഞങ്ങളുടെയൊക്കെ ഒരു കൊതിയാ. മോടെ മനസ്സിൽ എന്താണെന്ന് അറിയില്ല. ഉണ്ണിയെ കൊണ്ട് നരേന്ദ്രന്റെ നന്മയും വിശുദ്ധിയും ഈ ലോകം അർഹിക്കുന്നില്ല എന്ന് കരുതിയിട്ടാവണം സർവശക്തൻ അവനെ തിരിച്ചു വിളിച്ചത്. ഒരൊറ്റ ദുഃഖം മാത്രമേ അവിടെ അവനെ വേദനിപ്പിക്കുന്നുണ്ടാവൂ. അത് നന്ദയാണ്. അവൾക്കൊരു ജീവിതം വേണം. അവൾ അനാഥയായി പോകരുത്. ആ മനസ്സ് നിങ്ങൾ അറിഞ്ഞല്ലോ. അവളെ സ്വീകരിക്കാൻ ഈ വീടിനേക്കാൾ അർഹതയുള്ളൊരിടം വേറെ എവിടെയാ ഉള്ളത്? നന്നായി. ആവൂ, അപ്പോ ഞങ്ങളുടെ പഴമനസ്സിൽ തോന്നിയത് പോഷ്കായില്ല. ഇല്ല, ഒരിക്കലുമില്ല. മോളുടെ ഒരു ഉത്തരം കിട്ടിയാൽ മതി, പിന്നെ ഞങ്ങൾക്കൊന്നും നോക്കാനില്ല. എന്താ മോളെ, സുഖമല്ലേ? അമ്മയും മുത്തശ്ശിയും വല്യമാവനെയൊക്കെ കിട്ടിയപ്പോ ഞങ്ങളെയൊക്കെ മറന്നുല്ലേ? വാ. സന്തോഷായി. നിങ്ങളെല്ലാവരും കൂടി അവൾക്ക് പുതിയൊരു ജന്മം കൊടുത്തല്ലോ. മനസ്സ് നിറയെ സന്തോഷായി.